I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. ഏറ്റവും പുതിയ മോഡലാണ് NTORQ എന്ന് പറയുന്ന മോഡലാണ്. ഇത് മെയിനായിട്ട് നമ്മൾ പവറാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യം. 125cc ആണ്, 9.5 bhp ആണ് വരുന്നത്. മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ടയർ സൈസാണ്. ഫ്രണ്ടും ബാക്കും 12 ഇഞ്ച് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ജുപ്പിൻ്റെ പോലെയാണ്. പക്ഷേ ഇതിൻ്റെ ചങ്കി ടയർ എന്ന് പറയുന്ന ടയറാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഫൈൽ വലുതായിരിക്കും, വീൽ ബേസ് വലുതായിരിക്കും. ടയർ സൈസ് ഡയ 12 ഇഞ്ച് തന്നെയാണ്. പിന്നെ അലോയ് വീൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. അതുകൊണ്ട് നമ്മുടെ കാറിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ ഡയമണ്ട് കട്ടാണ്. NTORQ എന്ന് പറയുന്നത് 125cc ആണ്, 9.5 ആണ് bhp വരുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100 to 125 km ആണ് പറയുന്നത്. 0 to 60 കയറാണെങ്കിൽ 9.6 seconds ആണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 160, 180 മോഡൽ ആ ഒരു മോഡലിൽ കയറുന്ന പോലെ വണ്ടി കയറുമെന്നാണ് പറയുന്നത്. പിന്നെ ഇന്റേണൽ സ്റ്റോറേജ് പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇന്റേണൽ സ്റ്റോറേജ് 22 ലിറ്റർ ഉണ്ട്. 22 ലിറ്റേഴ്സാണ് ഇന്റേണൽ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർ സീറ്റ് ലാമ്പ് ഉണ്ട്. നമ്മൾ രാത്രിയൊക്കെ നോക്കുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ കാണാൻ പറ്റും. പിന്നെ മൊബൈൽ ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട് അവിടെ തന്നെ. സെയിം ആ സ്പോട്ടിൽ തന്നെ മൊബൈൽ ചാർജിങ് സ്പോട്ടും വരുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ ഫില്ലിങ് എക്സ്റ്റേണൽ തന്നെയാണ് വരുന്നത്. എല്ലാം നമ്മുടെ സ്കൂട്ടേഴ്സിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ ഫ്യൂവൽ ഫില്ലിങ് എക്സ്റ്റേണൽ തന്നെയാണ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5 ലിറ്റേഴ്സാണ്. 5 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവർ. നമുക്ക് ഡിസ്പ്ലേ വരുന്നത് വൈറ്റ് LED ഡിസ്പ്ലേ ആണ്. RTR വരുന്ന പോലെ തന്നെ RTR 200 വരുന്ന പോലെ തന്നെ വൈറ്റ് LED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഹൈ സ്പീഡ് റെക്കോർഡിംഗ് ഓപ്ഷൻ, ലാപ്പ് ടൈമർ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ GPS ടെക്നോളജിയാണ്. നമ്മുടെ മൊബൈലിൽ NTORQ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന കോളും പിന്നെ മെസ്സേജും എല്ലാം സ്ക്രീനിൽ കാണിക്കും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് NTORQ എന്ന് പറയുന്ന ആപ്പ് വരുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ബ്ലൂടൂത്തുമായിട്ട് നമ്മുടെ NTORQ ആപ്പ് കണക്ട് ചെയ്തായിരുന്നു. നമ്മൾ മോഡ് ഒരു 5 seconds പ്രസ് ചെയ്ത് പിടിക്കണം. ഇവിടെ നമ്മുടെ ആപ്പ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണക്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഡിസ്പ്ലേയിൽ. എൻ്റെ സുഹൃത്ത് ടീസൺ എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻഡിക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചു തരാം. ഇതിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ് ഇത്. കോൾ മാത്രമല്ല, നമുക്ക് മെസ്സേജ് വരുന്നതും അത് കാണിക്കും. മെസ്സേജ് വരുന്ന ഇൻഡിക്കേഷൻ കാണിക്കും. മെസ്സേജ് റിസീവ്. ഇതുവരെ നമ്മൾ സ്കൂട്ടേഴ്സിനൊന്നും കൊടുക്കാത്തൊരു ബേസിക് ഫീച്ചർ, ഒരു മെയിൻ ഫീച്ചർ നമ്മളിപ്പോൾ ഈ TVS NTORQ എന്ന് പറയുന്ന മോഡലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ കിൽ സ്വിച്ചാണ്. നമ്മൾ ബൈക്കിനൊക്കെ വരുന്ന പോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. എക്സോസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ NTORQ വരുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഇതൊക്കെയാണ്.